ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗിലാട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിക്കണം, എന്നത്തേക്കായി നേരത്തെ എണീറ്റിക്കണം. കാരണം മോളിൽ നിന്ന് സ്കൂളിൽ നിന്ന് ടൂർ പോവാണ്. അപ്പോൾ അവൾക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എന്നും നമ്മൾ 4 മണിക്ക് എണീറ്റ് പിന്നെ അങ്ങനെ 6 മണിയൊക്കെ ആവും നമ്മൾ കിച്ചണിലേക്ക് കയറാൻ. പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ. പിന്നെ അവളെ കുളിക്കലും ഡ്രസ്സ് മാറ്റലൊക്കെ കഴിയുമ്പോഴത്തേന് ഏകദേശം നമുക്കിന്നൊരു 6 മണിയാകുമ്പോൾ സ്കൂളിലെത്തണം. 5:45 ടൈമിൽ സ്കൂൾക്ക് എത്തിച്ചു കൊടുക്കാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ എവിടേക്കെങ്കിലും പോണ ദിവസം ടൂറൊക്കെ പോവുകയാണെങ്കിൽ അന്ന് ഫുഡ് കഴിക്കലൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമ്മളെ സമാധാനത്തിനൊന്നും ഉണ്ടാക്കണമല്ലോ. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ടൂറൊക്കെ പോവുകയാണെങ്കിൽ അന്ന് ഭക്ഷണം കഴിക്കില്ല. എന്നാലും ഇൻട്രസ്റ്റ് ഇക്കാരം. അപ്പം ഓളും അങ്ങനെ തന്നെയാണ്. എവിടേക്കെങ്കിലും പോകാണ്ടെന്ന് പിന്നെ ഭക്ഷണം ഫുൾ സ്കിപ്പ് ചെയ്യും. പക്ഷെ എന്നാലും സമാധാനത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുക. അപ്പം അങ്ങനെ ദോശയാണല്ലോ എളുപ്പത്തിലുള്ളത്. അപ്പം ഞാൻ തേങ്ങയൊക്കെ ഇട്ടിട്ട് കുറച്ച് ദോശ 2-3 അവൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നു. എന്തെങ്കിലുമൊക്കെ കഴിച്ച് പോകുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. പിന്നെ പ്ലേറ്റും അതുപോലെ വെള്ളം അങ്ങനത്തെയൊക്കെ ഇതാണ് അവസ്ഥ. വെള്ളമൊക്കെ പാക്ക് ചെയ്തിരിക്കണ്ടോ. എന്നിട്ട് നമ്മളെ വീട്ടിലുണ്ടായതാട്ടോ ചീനമുളക്. അപ്പം ഞാൻ ചായ കുടിച്ചു. അവൾക്കുള്ളതുണ്ട് അപ്പൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ തിന്നൊന്നുമില്ല. പിന്നെ കുറേ ഇതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ദിക്കറൊക്കെ ചൊല്ലി അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ രാവിലെ അത് 6 മണി ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടാക്കാൻ പോകട്ടോ. വണ്ടിമേ പോണ്. നല്ല മഞ്ഞാണ്. വയനാടിൻ്റെ ഒക്കെ മാതിരി. അപ്പോൾ വയനാട്ടിലേക്കൊക്കെ നമ്മൾ ടൂർ പോകുമ്പോൾ ഉള്ളൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മളെ നാട്ടിൽ. ഈ ഫോണിൽ കാണുന്നേക്കാളും കോടണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ശരിക്ക് കാണുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു കാണാൻ തന്നെ. ഈ നേരത്തൊന്നും നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങൂലല്ലോ. അങ്ങനെ അവിടെ കൊണ്ടുപോയാക്കി സ്കൂളിൽ കുട്ടികളൊക്കെ വന്ന് മാഷ്മാർ ഓരോരുത്തരുടെ പേരും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. പിന്നെ 4ാം ക്ലാസ്സിലല്ലേ. പിന്നെ നമുക്ക് കിട്ടാത്തൊരു ഭാഗ്യം. ഞാനൊന്നും ചെറുപ്പത്തിൽ ടൂർ പോയിട്ടില്ല. കാരണം അന്നത്തെ ഒക്കെ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. ഇപ്പം പിന്നെ എത്ര ഉണ്ടെങ്കിലൊക്കെ മക്കൾ അങ്ങനെ പോവും. അപ്പോൾ വന്നിട്ട് പിന്നെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ബാക്കിയുള്ള ദോശയും കൂടി ചുട്ടെടുക്കുന്നു. പിന്നെ ഉൾക്ക് 2 അങ്ങനെ ഗ്യാസുമ്പോൾ ചുട്ട് കൊടുത്താൽ കേട്ടോ. അപ്പോൾ എളുപ്പത്തിലുള്ളത് ദോശയാണല്ലോ. അപ്പം അങ്ങനെ കുറച്ചൊക്കെ ചുട്ട് വെച്ച് പിന്നെ അതിലേക്ക് എളുപ്പത്തിലുള്ള ഒരു കറി തന്നെ ഉണ്ടാക്കിയേക്കണം, ചട്നി. നിങ്ങളെ വീട്ടിലിങ്ങനെ സിമ്പിൾ കറികളും ഇവിടെ ദോശയും ചട്നി അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മൾ ക്ലീനിങ് ചെയ്യാണ്ട് മുറ്റമൊക്കെ അടിച്ചോരി കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പത്തിന് മുറ്റമൊക്കെ അടിച്ചോരി രണ്ടാമത്തോള് പോവാണ് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട്. തെച്ചിപ്പൂവോ എന്തൊക്കെ കൊണ്ടുവരാണ്. മാറ്റിലൊക്കെ കഴിഞ്ഞ് നിൽക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരത്തേക്ക് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് പണി ഉണ്ടായിരുന്നു, മുറ്റടിക്കലും കാനൊക്കെ. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുക ഏകദേശം ഓരൊക്കെ സ്കൂൾക്കൊക്കെ പോയിട്ടാണ് സമാധാനത്തിലിരുന്ന് തിന്നുക. അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മ അതെവിടെ വെച്ചിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഏകദേശം 10 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ഒരുപാട് തിരുമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സും കമ്പ്യൂട്ടർ ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, തിരുമ്പലൊക്കെ അവിടെ ഇടും. ചിലപ്പോൾ മെഷീനിലിടും. പക്ഷെ ഇവരുടെ ഡ്രസ്സൊന്നും മെഷീനിലിട്ടിട്ടും കാര്യമില്ലായിട്ട് ചളിയൊന്നും പോകില്ല. അപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ എനിക്ക് ഒഴിവുണ്ടാകുമ്പോൾ അങ്ങനെ തിരുമ്പിടും. അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഉണക്കിയിടുക കേട്ടോ. അതവിടെ കഴിഞ്ഞാൽ പിന്നെ ആ പണിയോട് വെച്ചല്ലോ സമാധാനം. പിന്നെ തിരുമ്പൽ ഏറ്റവും വലിയ പണിയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. വാഴക്കപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ അത് മുരിങ്ങയും അതുമാതിരി പുളക്കിഴങ്ങ് ഉപ്പേരിയും ഉണക്കൽ പൊരിച്ചതായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇരിക്കുന്നു കേട്ടോ ഉച്ചക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓള് ഫോമൽ ചെയ്യുന്നു. പിന്നെ തൃശ്ശൂരിക്കാണ് പോയിക്കണം കേട്ടോ. അതിരപ്പള്ളിയും വാഴച്ചാൽ അങ്ങനെയൊക്കെ കാണാൻ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് വിളിച്ചിരുന്നു. അപ്പം നമ്മളും അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം ഒരു സാധനം കൊണ്ടുവന്നു. അതിൻ്റെ പേര് എനിക്കറിയില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് എന്തോ ഒരു പേരൊക്കെ അമ്മ പറഞ്ഞു. അപ്പം അത് പുഴുങ്ങിയിട്ട് അതങ്ങനെ കഴിച്ചിട്ടോ.
പിന്നെ നമ്മൾ ഇപ്പോഴത്തെ വലിയ ന്യൂസല്ല, ഷഹാന മുംതാസ് മരിച്ചിട്ട് അവളെ ഹസ്ബൻഡ് കണ്ണൂർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി വാഹിദ് കണ്ടിട്ട്. എന്താ അല്ലേ, മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിക്കട്ടെ. അപ്പോൾ ആ ന്യൂസ് ഇപ്പം ഇങ്ങനെ അറിഞ്ഞപ്പോൾ എനിക്ക് ഇതിലൊന്ന് ഇങ്ങനെ കൊടുക്കാൻ തോന്നിയതാട്ടോ. കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് അവനെ കുടുക്കി കളറിൻ്റെ പേരിലേ ഒരു ഉപ്പയും ഉമ്മയും ഒരു മക്കളെ കുറിച്ചിട്ടും കേൾക്കാൻ പറ്റാത്തൊരിതാണ് കളറ്. കാരണം പഠിച്ചോൻ തരുന്നതല്ലേ കളറ്. നമ്മൾ ആരും പഠിച്ചോൻ ഏത് കളറാണ് നമുക്ക് തരുന്നത് വെച്ചാൽ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. പക്ഷെ അതിൻ്റെ പേരിലൊക്കെ നമ്മൾ ഒരു കുട്ടിയുടെ ജീവൻ, നമ്മൾ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങി നില പോലീസ് പിടിച്ചു എന്നുള്ള ന്യൂസൊക്കെ നമ്മളിങ്ങനെ കേട്ടു. ആർക്കും ഒരു മക്കൾക്ക് ഈ ബുദ്ധി ഇനി തോന്നിക്കാതിരിക്കട്ടെ.